ഇന്ന് മാർച്ച് 5 രേഖാചിത്രം ഏജന്റ് സിനിമകളുടെ OTT അപ്ഡേറ്റുകളടക്കം പുതിയ OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ് 1.5 വർഷം മുമ്പ് തിയേറ്ററിലേക്ക് എത്തിയ അഖിൽ അഖിനേനി നായകനാകുന്ന മമ്മൂട്ടി കൂടി അഭിനയിക്കുന്ന തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ പാൻ ഇന്ത്യൻ ആക്ഷൻ സ്പൈ ത്രില്ലർ തെലുങ്ക് ചിത്രമാണ് ഏജന്റ്. നേരത്തെ ഹിന്ദി ഭാഷയിൽ TV റിലീസും കൂടെ ആയ ഈ ചിത്രം അടുത്ത ആഴ്ച മാർച്ച് 14-ാം തീയതി സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് സോണി ലിവ് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തത് ബാപ്പു എന്നൊരു തെലുങ്ക് ഫാമിലി ചിത്രം നാളെ രാത്രി 12 മണിയോടെ മാർച്ച് 7-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലും കൂടെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ബ്ലോക്ക് ബസ്റ്റർ വിജയമായി 55 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ആസിഫ് അലി അഭിനയിക്കുന്ന മികച്ച അഭിപ്രായം നേടിയ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മലയാളം സിനിമയാണ് രേഖാചിത്രം. സിനിമ നാളെ മാർച്ച് 6-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ എപ്പം വേണമെങ്കിലും സോണി ലിവിലൂടെ മലയാളത്തിലും പാൻ ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ആകുന്നതാണ്. മാർവൽ അവതരിപ്പിക്കുന്ന ഡെയർ ഡെവിൽ ബോൺ അഗൈൻ എന്ന പുതിയ ഹോളിവുഡ് സൂപ്പർ ഹീറോ ആക്ഷൻ അഡ്വഞ്ചർ സീരീസിന്റെ ആദ്യ 2 എപ്പിസോഡ് ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള 7 എപ്പിസോഡുകൾ വരുന്ന ബുധനാഴ്ചകളിൽ ഓരോന്ന് വീതം OTT റിലീസ് ചെയ്യും. മുംബൈ പോലീസ് എന്ന മലയാളം സിനിമയുടെ ഹിന്ദി റീമേക്കാണ് ദേവ. ഷാഹിദ് കപൂർ നായകനാകുന്ന മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടിയ തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ഈ സിനിമ മാർച്ച് അവസാനത്തോടെ മാർച്ച് 28-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് അൺഒഫീഷ്യൽ അപ്ഡേറ്റ്. ഒമാർ ലുലു സംവിധാനം ചെയ്ത് റഹ്മാൻ നായകനാകുന്ന ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് മലയാളം ചിത്രമാണ് ബാഡ് ബോയ്സ്. ചിത്രം 2 ആഴ്ചക്കുള്ളിൽ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് സംവിധായകൻ ഒമാർ ലുലു അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന വിവരം പുറത്തു വന്നിട്ടില്ല. അടുത്തത് ബേസിൽ ജോസഫ് അഭിനയിക്കുന്ന മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയിച്ച ഡാർക്ക് കോമഡി മലയാളം ചിത്രമാണ് പൊന്മാൻ. ചിത്രത്തിന്റെ OTT അവകാശം പൂർണ്ണമായിട്ടും വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. ചിത്രം മാർച്ച് അവസാനത്തോടെ OTT റിലീസ് ചെയ്യുമെന്നാണ് വിവരം. OTT പ്ലാറ്റ്ഫോമിന്റെ കാര്യത്തിൽ ഏതാണെന്ന് വ്യക്തത വന്നിട്ടില്ല എങ്കിലും ആമസോൺ പ്രൈം ആണെന്നാണ് അൺഒഫീഷ്യൽ അപ്ഡേറ്റ്. അവസാനത്തെ അപ്ഡേറ്റ് ധനുഷ് സംവിധാനം ചെയ്ത എബോവ് എവറേജ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ റൊമാന്റിക് കോമഡി എന്റർടൈൻമെന്റ് തമിഴ് ചിത്രമാണ് നിലാവയ്ക്ക് എന്മേൽ എന്നടി കോപം. തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ഈ സിനിമ മാർച്ച് 2-ാം പകുതിയിലോ അല്ലെങ്കിൽ മാർച്ച് 21-ാം തീയതിയോ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തേക്കുന്നതാണ്.